എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മുതിർന്ന അംഗവും റിട്ടയർ ജില്ലാ രജിസ്ട്രാറുമായ ശ്രീ ബാലേട്ടൻ്റെ നവതിപ്പിറന്നാൾ ആഘോഷത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 9 പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തും സത്യസന്ധമായ ജീവിതവും കുടുംബസ്നേഹവും കൊണ്ട് എല്ലാവർക്കും മാതൃകയായ അദ്ദേഹത്തിന് ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഇനിയും നല്ല നാളുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സന്തോഷത്തെ നിമിഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബാലേട്ടൻ്റെ 90-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ മനോഹര നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശ്രീ ബാലേട്ടൻ്റെ 90-ാം പിറന്നാൾ ആഘോഷം കുടുംബത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷം. നാട അണിയിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഏട്ടനെ
നമസ്കാരം. ഈ മംഗളപത്രം ഒന്ന് വായിക്കാം. മംഗളപത്രം. സ്നേഹനിധിയായ ഞങ്ങളുടെ അച്ഛന്, മാതൃകാപരമായ ജീവിതത്തിൻ്റെ 90 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കി നവതിയുടെ ധന്യതയിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ശ്രീ PV ബാലകൃഷ്ണൻ നായർക്ക് മുൻപിൽ ഞങ്ങൾ അത്യന്തം ആദരവോടെയും സ്നേഹത്തോടെയും സമർപ്പിക്കുന്ന മംഗളപത്രം. തളരാത്ത മനസ്സും പതറാത്ത ചുവടുകളുമായി അച്ഛനും അമ്മയും ഞങ്ങൾക്ക് മുന്നിൽ നടന്ന വഴികളാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചം. കഠിനാധ്വാനത്തിലൂടെയും ലളിത ജീവിതത്തിലൂടെയും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച വലിയ പാഠങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് കരുത്തായി മാറി. സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ ഓരോ കുടുംബാംഗങ്ങളുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ അച്ഛൻ ഒഴുക്കിയ വിയർപ്പാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിജയവും. അച്ഛൻ്റെ ജ്ഞാനവും വാത്സല്യവും ഏത് പ്രായത്തിലും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ കരുതലും അനുഭവ സമ്പത്തിൻ്റെ ആഴമുള്ള ആ ഉപദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അച്ഛൻ പകർന്നു തന്ന മൂല്യങ്ങളും കാരുണ്യ വഴികളും വരും തലമുറകൾക്കും വഴിവിളക്കായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഈ പുണ്യദിനത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ നവതി വേളയിൽ അച്ഛന് ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒട്ടനവധി നല്ല നാളുകൾ സർവേശ്വരൻ ഇനിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഇനിയും ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകട്ടെ. അനന്തമായ സ്നേഹത്തോടെയും ആദരവോടെയും പ്രിയപ്പെട്ട മക്കളും മരുമക്കളും പേരക്കുട്ടികളും. കൊടുക്കട്ടെ. ഈ പിരിഞ്ഞിട്ട് കാലം കുറേയായി. പിന്നെ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമായതുകൊണ്ട് ഒന്ന് ഫോൺ ചെയ്യാൻ കൂടി ധൈര്യമില്ല. അങ്ങനെ ഒരവസ്ഥ. അങ്ങനെ പലരും ഒഴുകിയിരുന്നു. അങ്ങനെ പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ 18 വയസ്സ് മുതൽക്ക് നീച്ചെടുക്കാൻ വയ്ക്കുന്ന കാലം മുഴുവൻ ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ സജീവ ആയിരുന്നു. അതിൻ്റെ പങ്കാളിത്തമായിട്ട് എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ വളരെ കൂടുതലുണ്ട്. അവരെ അടുത്ത് പരിചയപ്പെടാൻ സൗകര്യം കിട്ടിയ, ഭാഗ്യം കിട്ടിയ കുറച്ച് ആൾക്കാർ, അവരിപ്പോൾ പാലക്കാട്ട് മുതൽക്ക് തൃശ്ശൂർ മുതൽക്ക് പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാട്ടുണ്ടായിരുന്ന സഹപ്രവർത്തകർ, പാലക്കാട്ടുണ്ടായിരുന്ന സഹപ്രവർത്തകർ, പിന്നെ അത് അങ്ങനെ ഒരു വക. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഈ സർവീസ് സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ദിവസം ഒഴിവില്ലാതെ പണിയെടുത്തിരുന്നൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരെയും വില വയ്ക്കുകയും ചെയ്യാത്തൊരു കാലഘട്ടം. അതായത്
ഈ ഒരു കാര്യം സംഘടന തീരുമാനിച്ചാൽ അത് എന്ത് വില കൊടുത്തു അത് നടപ്പിലാക്കുക. അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് മഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് ജാഥയായി പോയി ബസ്സിനെ വട്ടം ചുറ്റി നട്ടുച്ചയ്ക്ക് പന്തംകുളത്തി പ്രകടനം നടത്തി. പോലീസ് വിചാരിച്ച് ഞങ്ങൾ ബസ്സിനെ കത്തിക്കാനാണെന്നാ. പക്ഷെ ബസ് അവിടെ എത്തിപ്പെട്ടു എന്ന് മാത്രം അവർ പോകുന്നവരവിടെ നിൽക്കേണ്ടി വന്നു. ആ മാതിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇതിനൊന്നും വയ്യ, നടക്കാൻ വയ്യ. പക്ഷേ നടക്കാൻ വയ്യാത്തതിലേക്ക് ഇങ്ങനെയെങ്കിലും നടക്കണുണ്ടല്ലോ എന്ന് എൻ്റെ അത്രയും നടക്കാൻ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ സമയത്തിൽ അനുസ്മരിക്കുകയാണ്. പിന്നെ കുടുംബത്തിനെ പറ്റി പറയുകയാണെന്ന് വിചാരിച്ചാൽ അത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു 3 മക്കളാണ് എനിക്ക്, 3 പെൺകുട്ടികളാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ജോലി കിട്ടാൻ നിർബന്ധം അല്ലെങ്കിൽ സൗകര്യം കൂടുതലുള്ള കാലം ആ കാലത്ത് കണക്കാണ്. അവരെ 3 ആളും കണക്ക് ഡിഗ്രി എടുത്തവരാണ്. ഒരാൾ TTC കഴിഞ്ഞ് അധ്യാപികയായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ ആൾ പിന്നെ ബാങ്ക് സർവീസിൽ അവർക്ക് 58 വയസ്സ് വരെയൊക്കെയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് റിട്ടയർ ചെയ്തത്. മൂന്നാമത്തെ ആൾ പിന്നെ MBA-ക്കാണ് ഇവിടെ തന്നെ പഠിപ്പിച്ചത്. MBA കഴിഞ്ഞ് കേരളത്തിൽ ജോലി കിട്ടി. കേരളത്തിൽ തന്നെ കുറേ കാലം ബോംബെയിലായി. അവിടുന്ന് ഒരു MBA കൂടി എടുക്കണത് പോരാന്ന് പറഞ്ഞിട്ടൊരു വിദേശത്തെ ഡിഗ്രി എടുക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയി. അവിടുന്ന് അമേരിക്കയിൽ പോയി. ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ 3 ആളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരാൾ മൂത്താളുടെ ഭർത്താവ് പിന്നെ സെയിൽ ടാക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. രണ്ടാമത്തെ ആളുടെ ഭർത്താവ് പിന്നെ ഹൈസ്കൂൾ അധ്യാപകൻ അല്ല ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് സീനിയറായിട്ട് നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മൂന്നാമത്തെ ആൾ അമേരിക്കയിലാണ്. ഇപ്പോൾ ജോലി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജോലിയാണ്. മകളും അവിടെയാണ്. ജോലി ഇല്ലാത്തവരാരുമില്ല. മക്കളുടെ കുട്ടികളെ സ്ഥിതിയാണെന്ന് വിചാരിച്ചാലും അത് തന്നെയാണ് സ്ഥിതി. മൂത്ത മകളുടെ 2 കുട്ടികളാണുള്ളത്. അതിൽ മൂത്ത മകൻ മാത്രം ഇന്ന് കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ടില്ല. അവൻ കപ്പലിലെ എഞ്ചിനീയറാണ്. കപ്പലിലെ എഞ്ചിനീയർക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. അവർ 10-20 ദിവസം കടലിലും അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കരയിൽ പോയാൽ ഒരു 6 ദിവസം അവിടുത്തെ കാർഗോ ഇറക്കുന്നവരെ കഴിഞ്ഞാൽ അവിടുന്ന് പോവുകയും ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് 2 ആഴ്ച മുമ്പ് നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ലീവ് കഴിഞ്ഞ് പോയി. അപ്പോൾ അതല്ലാത്തവരുടെ എല്ലാവരും അവരുടെ കുട്ടികളും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ മറ്റ് ബന്ധുജനങ്ങളെ പറയുകയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പോകും എന്ന് പറഞ്ഞു പോയവർ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മക്കളാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതൊക്കെയാണെങ്കിലും ഇതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ഏറ്റവും അധികം ഇവിടെ എത്തിപ്പെട്ടവർ കൂട്ടത്തിൽ സന്തോഷിക്കുന്നത് എൻ്റെ പഴയ സഹപ്രവർത്തകന്മാരാണ്. അത് സംഘടനാ പ്രവർത്തകന്മാരുണ്ട്, അതല്ലാത്ത സർവീസിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകന്മാരുണ്ട്. അവരെല്ലാവരെയും അനുസ്മരിക്കാൻ ഓർമ്മപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഇനിയൊരു ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങളിൽ ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഇത് എത്ര കാലം കിട്ടുന്നതെന്നറിയാത്തൊരു സ്ഥിതിയിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷങ്ങളൊക്കെ നാട്ടിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 100 വയസ്സ് കഴിഞ്ഞാൽ ഈ പെൻഷൻ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതുവരെ ജീവിക്കാനും ചിലപ്പോൾ ഞാൻ ഈ ബുദ്ധിമുട്ടിൽ തന്നെ സന്നദ്ധനാവേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. അതാണ് പെൻഷൻകാരുടെ അവസ്ഥ.
പിന്നെ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേരത്തെ കിട്ടുന്നില്ല. അത് തന്നെ ഒക്കെ ഒക്കെ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനങ്ങൾ ആര് ഭരിച്ചാലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ക്ഷാമബത്ത ആശ്വാസം നമുക്ക് നിലയ്ക്ക് കിട്ടാനുള്ള പൈസ ഒരുപാട് തുക ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടത് താഴത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. പോയാൽ അവിടെ അതായത് 2:30 മണി വരെ അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അതിൽ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാം വന്നതിനും കണ്ടതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഉറക്കെ പറയുകയാണ്. അവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചം പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി വെളിച്ചം സംസാരിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ പലശനാരുടെ അനിയൻ്റെ മകളാണ് സരിത. വെളിച്ചൻ മക്കളെ കുറിച്ച് പറഞ്ഞു, മരുമക്കളെ കുറിച്ച് പറഞ്ഞു, പേരക്കുട്ടികളെ കുറിച്ച് പറഞ്ഞു. അത് മാത്രമല്ല വെളിച്ചന് കുടുംബമുള്ളത്. എൻ്റെ അമ്മ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ മരിച്ചതാണ്. അമ്മ മരിച്ചിട്ട് വെളിച്ചൻ ഞങ്ങളെ കൊണ്ടുവന്ന് വെളിച്ചൻ്റെ കൂടെ നിർത്തി. ഞങ്ങൾ സത്യത്തിൽ വെളിച്ചൻ എന്ന് വിളിക്കുമെങ്കിലും അച്ഛൻ തന്നെയാണ്. വെളിച്ചൻ മാത്രമല്ല, കൂടെ ഇല്ലാതെ പോയ ഒരാൾ കൂടി വല്യമ്മ കൂടി. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വല്യമ്മേനെ. സ്വന്തമല്ലായിരുന്നിട്ട് കൂടെ വല്യമ്മ സ്നേഹിക്കാൻ കാണിച്ച ഒരു മനസ്സ് എവിടെയായിരുന്നാലും സന്തോഷമായിരിക്കും വല്യമ്മ എന്ന് വിചാരിക്കുന്നു. കുറെ മിസ് ചെയ്യണു. വെള്ളിയാഴ്ച ഇനി ഒരുപാട് കാലം ആയുസാരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കട്ടെ. പിള്ളേരങ്ങോട്ട് അച്ഛനെന്തോ ചേച്ചിൻ്റെ അടുത്ത് കാണിക്കാം. അത് ചേച്ചീൻ്റെ മോളാണ്. അവിടെ കിട്ടുവാണെങ്കിൽ അവിടെ മുറിച്ചെടുക്കും. ഓലാൊന്നും എടുക്കൂല. കിട്ടിയ
നിങ്ങളെ ഫോണിക്ക് എന്നെ വിളിക്കുന്നത്